ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. നിനക്കും കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ വണ്ണം ഞാൻ ഇവിടെ നിന്നെ പോഷിപ്പിക്കും. ക്ഷാമം ഇനിയും 5 സംവത്സരം നിൽക്കും. ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങളും എൻ്റെ അനുജൻ ബെന്യാമീനും കണ്ണാലെ കണ്ടുവല്ലോ. മിസ്രൈമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. എൻ്റെ അപ്പനെ വേഗത്തിൽ ഇവിടെ കൊണ്ടുവരികയും വേണം. അവൻ തൻ്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവൻ സഹോദരന്മാരെയൊക്കെയും ചുംബിച്ചു കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അതിൻ്റെ ശേഷം സഹോദരന്മാർ അവനുമായി സല്ലപിച്ചു. യോസഫിന്റെ സഹോദരന്മാർ വന്നിരിക്കുന്നു എന്നുള്ള കേൾവി ഫറവോന്റെ അരമനയിലെത്തി. അത് ഫറവോനും അവന്റെ ഭൃത്യന്മാർക്കും സന്തോഷമായി. ഫറവോൻ യോസഫിനോട് പറഞ്ഞത്, നിന്റെ സഹോദരന്മാരോട് നീ പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ ഇത് ചെയ്യുവീൻ. നിങ്ങളുടെ മൃഗങ്ങളുടെ പുറത്ത് ചുമട് കയറ്റി പുറപ്പെട്ട് കനാൻ ദേശത്തു ചെന്ന് നിങ്ങളുടെ അപ്പനെയും കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് എൻ്റെ അടുക്കൽ വരുവീൻ. ഞാൻ നിങ്ങൾക്ക് മിസ്രയീം രാജ്യത്തിലെ നന്മ തരും. ദേശത്തിന്റെ പുഷ്ടി നിങ്ങൾ അനുഭവിക്കും. നിനക്ക് കൽപ്പന തന്നിരിക്കുന്നു. ഇതാകുന്നു നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ പൈതങ്ങൾക്കും ഭാര്യമാർക്കും വേണ്ടി മിസ്രയീം ദേശത്തു നിന്ന് രഥങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ അപ്പനെ കയറ്റി കൊണ്ടുവരരുത്. നിങ്ങളുടെ സാമാനങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട. മിസ്രയീം ദേശത്തെങ്ങുമുള്ള നന്മ നിങ്ങൾക്കുള്ളതാകുന്നു.